ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ POC നൽകിയ 400 ചോദ്യങ്ങളിൽ നിന്നും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുമുള്ള ഓപ്ഷനോട് കൂടിയ 217 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഇത് POC നൽകിയ 400 ചോദ്യങ്ങളിലെ 98ാമത്തെ ചോദ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ രചന എന്ന് എവിടെ വെച്ച് പൂർത്തീകരിച്ചു? A. AD 95 പത്മോസ് ദ്വീപിൽ വെച്ച്, B. AD 95 കോറിന്തോസിൽ വെച്ച്, C. AD 95 എഫേസോസിൽ വെച്ച്, D. AD 65 എഫേസോസിൽ വെച്ച്. ഉത്തരം C. AD 95 എഫേസോസിൽ വെച്ച്. ചോദ്യം 2. ഇത് POCയുടെ 99ാമത്തെ ചോദ്യം. യോഹന്നാൻ്റെ സുവിശേഷത്തെ എങ്ങനെയെല്ലാം വിശേഷിപ്പിക്കാം? A. വിശ്വാസത്തിൻ്റെ സുവിശേഷം, സത്യത്തിൻ്റെ സുവിശേഷം. B. വാഗ്ദാനത്തിൻ്റെ സുവിശേഷം, സത്യത്തിൻ്റെ സുവിശേഷം. C. വിശ്വാസത്തിൻ്റെ സുവിശേഷം, പ്രത്യാശയുടെ സുവിശേഷം. D. വിശ്വാസത്തിൻ്റെ സുവിശേഷം, ജീവൻ്റെ സുവിശേഷം. ഉത്തരം D. വിശ്വാസത്തിൻ്റെ സുവിശേഷം, ജീവൻ്റെ സുവിശേഷം. ചോദ്യം 3. 4-ാം സുവിശേഷത്തെ പ്രധാനമായും തരംതിരിക്കുന്നത് എങ്ങനെ? A. അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം. B. അത്ഭുതങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം. C. അടയാളങ്ങളുടെ പുസ്തകം, പ്രത്യാശയുടെ പുസ്തകം. D. അടയാളങ്ങളുടെ ഗ്രന്ഥം, മഹത്വത്തിൻ്റെ ഗ്രന്ഥം. ഉത്തരം A. അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം. ചോദ്യം 4. ദൈവം അയച്ച മനുഷ്യൻ ആര്? A. ക്രിസ്തു. B. ഏലിയ. C. പൗലോസ്. D. യോഹന്നാൻ. ഉത്തരം D. യോഹന്നാൻ. ചോദ്യം 5. യോഹന്നാൻ വന്നത് എന്തിനായിരുന്നു? A. വഴിയൊരുക്കാൻ. B. സ്നാനം നൽകാൻ. C. സാക്ഷ്യത്തിനായി. D. മാനസാന്തരപ്പെടുത്താൻ. ഉത്തരം C. സാക്ഷ്യത്തിനായി. ചോദ്യം 6. യോഹന്നാൻ എന്തിന് സാക്ഷ്യം നൽകാനാണ് വന്നത്? A. സത്യത്തിന്. B. വെളിച്ചത്തിന്. C. യേശുവിന്. D. രക്ഷകന്. ഉത്തരം B. വെളിച്ചത്തിന്. ചോദ്യം 7. സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്ന ദൈവം അയച്ച മനുഷ്യനോട് അവർ പ്രതികരിച്ചത് എങ്ങനെ? A. അവനെ തിരസ്കരിച്ചു. B. സന്തോഷം പങ്കുവെച്ചുകൊണ്ട്. C. അവനെ സ്വീകരിച്ചില്ല. D. അവനെ അവഗണിച്ചു. ഉത്തരം C. അവനെ സ്വീകരിച്ചില്ല. ചോദ്യം 8. കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. ഈ വാക്യത്തിന് മുൻപ് യോഹന്നാൻ പറയുന്നത് എന്ത്? A. എനിക്കു ശേഷം വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്. B. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തനാണ്. C. എൻ്റെ പുറകെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്. D. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്. ഉത്തരം D. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്. ചോദ്യം 9. യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എന്ത് സ്വീകരിച്ചു? A. അവൻ്റെ അപരിമേയമായ കൃപ. B. മഹത്വത്തിനുമേൽ മഹത്വം. C. കൃപയ്ക്കുമേൽ കൃപ. D. നിത്യജീവൻ്റെ വാഗ്ദാനം. ഉത്തരം C. കൃപയ്ക്കുമേൽ കൃപ. ചോദ്യം 10. ദൈവത്തെ ആരാണ് വെളിപ്പെടുത്തിയത്? A. ദൈവം തന്നെയായ ഏകപുത്രൻ. B. ദൈവം തന്നെയായ ഏകജാതൻ. C. പുത്രൻ തന്നെയായ ഏകജാതൻ. D. ദൈവം അയച്ച ഏകജാതൻ. ഉത്തരം B. ദൈവം തന്നെയായ ഏകജാതൻ. ചോദ്യം 11. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് ആരെയാണ് അയച്ചത്? A. ഫരിസേയരെയും നിയമജ്ഞരെയും. B. പുരോഹിതന്മാരെയും നിയമജ്ഞരെയും. C. പുരോഹിതന്മാരെയും ലേവ്യരെയും. D. നിയമജ്ഞരെയും ലേവ്യരെയും. ഉത്തരം C. പുരോഹിതന്മാരെയും ലേവ്യരെയും. ചോദ്യം 12. പുരോഹിതരും ലേവ്യരും യോഹന്നാനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? A. 3. B. 4. C. 5. D. 6. ഉത്തരം D. 6. ചോദ്യം 13.
കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഇത് ആരുടെ പ്രവചനമാണ്? എ. ഏശയ്യാ ദീർഘദർശി, ബി. ഏലിയ ദീർഘദർശി, സി. ജെറമിയ പ്രവാചകൻ്റെ, ഡി. മിക്ക പ്രവാചകൻ്റെ. ഉത്തരം എ. ഏശയ്യാ ദീർഘദർശി. ചോദ്യം 14. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഇതിനുശേഷം യോഹന്നാൻ പറഞ്ഞതെന്ത്? എ. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ബി. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പ് ഊരുവാൻ പോലും ഞാൻ യോഗ്യനല്ല. സി. എൻ്റെ പുറകെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഡി. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഉത്തരം ഡി. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ചോദ്യം 15. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെ? എ. ഏനോനിൽ, ബി. യൂദയായിൽ, സി. ജോർദാനിൽ, ഡി. ജെറുസലേമിൽ. ഉത്തരം സി. ജോർദാനിൽ. ചോദ്യം 16. ബഥാനിയ എവിടെയാണ്? എ. ജോർദാന് സമീപം, ബി. ജോർദാൻ്റെ അക്കരെ, സി. ജോർദാൻ്റെ ഇക്കരെ, ഡി. ജോർദാൻ്റെ തീരത്ത്. ഉത്തരം ബി. ജോർദാൻ്റെ അക്കരെ. ചോദ്യം 17. യോഹന്നാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? എ. ഈശോയെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി, ബി. യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി, സി. യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി, ഡി. യേശുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ വേണ്ടി. ഉത്തരം സി. യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി. ചോദ്യം 18. യോഹന്നാൻ തൻ്റെ ശിഷ്യരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞതെന്ത്? എ. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ബി. ഇതാ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, സി. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഡി. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉത്തരം ഡി. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചോദ്യം 19. അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി എന്താണ്? എ. വന്ന് കാണുക, ബി. എന്നോടൊപ്പം വരിക, സി. എന്നോടൊപ്പം വസിക്കുക, ഡി. എന്നെ അനുഗമിക്കുക. ഉത്തരം എ. വന്ന് കാണുക. ചോദ്യം 20. യേശു വന്ന് കാണുക എന്ന് പറഞ്ഞ സമയം ഏതാണ്? എ. ഏകദേശം 3-ാം മണിക്കൂർ, ബി. ഏകദേശം 6-ാം മണിക്കൂർ, സി. ഏകദേശം 9-ാം മണിക്കൂർ, ഡി. ഏകദേശം 10-ാം മണിക്കൂർ. ഉത്തരം ഡി. ഏകദേശം 10-ാം മണിക്കൂർ. ചോദ്യം 21. യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച 2 പേരിൽ ഒരുവൻ ആരായിരുന്നു? എ. ശിമിയോൻ പത്രോസിൻ്റെ സ്നേഹിതൻ അന്ത്രയോസ്, ബി. യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാൻ, സി. ശിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ്, ഡി. പീലിപ്പോസിൻ്റെ സ്നേഹിതൻ നഥാനയേൽ. ഉത്തരം സി. ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ്. ചോദ്യം 22. ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടുവെന്ന് അന്ത്രയോസ് ആരോടാണ് ആദ്യം പറഞ്ഞത്? എ. യാക്കോബിനോട്, ബി. ശിമയോനോട്, സി. കേപ്പായോട്, ഡി. പത്രോസിനോട്. ഉത്തരം ബി. ശിമയോനോട്. ചോദ്യം 23. ശിമയോനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആരാണ്? എ. യോഹന്നാൻ, ബി. അന്ത്രയോസ്, സി. യാക്കോബ്, ഡി. പീലിപ്പോസ്. ഉത്തരം ബി. അന്ത്രയോസ്. ചോദ്യം 24. യേശു ശിമയോനെ നോക്കി പറഞ്ഞതെന്ത്? എ. നീ യോഹന്നാൻ്റെ പുത്രനായ പത്രോസാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. ബി. നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ അറിയപ്പെടും. സി. നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്നു നീ വിളിക്കപ്പെടും. ഡി. നീ ഹൽപ്പയുടെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്നു നീ വിളിക്കപ്പെടും. ഉത്തരം സി. നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്നു നീ വിളിക്കപ്പെടും. ചോദ്യം 25.
പിറ്റേ ദിവസം യേശു ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ആരോടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? എ നഥാനയേലിനോട്, ബി മത്തായിയോട്, സി ശിമയോനോട്, ഡി പീലിപ്പോസിനോട്? ഉത്തരം ഡി പീലിപ്പോസ്. ചോദ്യം 26. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടു. ആര് ആരോട് പറഞ്ഞു? എ പീലിപ്പോസ് നഥാനയേലിനോട്, ബി നഥാനയേൽ പീലിപ്പോസിനോട്, സി അന്ത്രയോസ് ശിമയോനോട്, ഡി യാക്കോബ് യോഹന്നാനോട്? ഉത്തരം എ പീലിപ്പോസ് നഥാനയേലിനോട്. ചോദ്യം 27. ഗലീലിയിലെ കാനായിൽ വിവാഹവിരുന്ന് നടന്നത് എന്നാണ്? എ മൂന്നാം ദിവസം, ബി ആഴ്ചയുടെ മൂന്നാം ദിവസം, സി ആഴ്ചയുടെ ഒന്നാം ദിവസം, ഡി ഒന്നാം ദിവസം? ഉത്തരം എ മൂന്നാം ദിവസം. ചോദ്യം 28. കാനായിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞതെന്ത്? എ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, ബി വീഞ്ഞ് തീർന്നിരിക്കുന്നു, സി അവൻ പറയുന്നത് ചെയ്യുവിൻ, ഡി അവർക്ക് വീഞ്ഞില്ല? ഉത്തരം ഡി അവർക്ക് വീഞ്ഞില്ല. ചോദ്യം 29. അമ്മ പരിചാരകരോട് പറഞ്ഞതെന്ത്? എ അവൻ പറയുന്നത് ചെയ്യുവിൻ, ബി അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുവിൻ, സി അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, ഡി അവൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ചെയ്യുവിൻ? ഉത്തരം സി അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ചോദ്യം 30. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? എ 3, ബി 6, സി 4, ഡി 5? ഉത്തരം ബി 6. ചോദ്യം 31. ഓരോ കൽഭരണിയും എത്ര അളവ് കൊള്ളുമായിരുന്നു? എ 1, 2, ബി 3, 4, സി 2, 3, ഡി 5, 6? ഉത്തരം സി 2, 3. ചോദ്യം 32. യേശു പരിചാരകരോട് കൽപ്പിച്ചത് എന്ത്? എ ഭരണികൾ നിറയ്ക്കുവിൻ, ബി പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ, സി ഭരണികളിൽ വെള്ളം കോരുവിൻ, ഡി ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ? ഉത്തരം ഡി ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. ചോദ്യം 33. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. ആര്? എ കലവറക്കാരൻ, ബി ശിഷ്യന്മാർ, സി മണവാളൻ, ഡി പരിചാരകർ? ഉത്തരം എ കലവറക്കാരൻ. ചോദ്യം 34. കാനായിലെ അത്ഭുതത്തിൻ്റെ ഫലമായി ആരാണ് യേശുവിൽ വിശ്വസിച്ചത്? എ പരിചാരകർ, ബി കലവറക്കാർ, സി അപ്പസ്തോലന്മാർ, ഡി അവൻ്റെ ശിഷ്യന്മാർ? ഉത്തരം ഡി അവൻ്റെ ശിഷ്യന്മാർ. ചോദ്യം 35. കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? എ ഗലീലിയിലേക്ക്, ബി കഫർനാമിലേക്ക്, സി യൂദയായിലേക്ക്, ഡി ജെറുസലേമിലേക്ക്? ഉത്തരം ബി കഫർനാമിലേക്ക്. ചോദ്യം 36. എന്തിനെയെല്ലാമാണ് ദേവാലയത്തിൽ വിറ്റുകൊണ്ടിരുന്നത്? എ കാള, ആട്, ചെങ്ങാലി, ബി കാള, ആട്, നാണയം, സി കാള, ആട്, പ്രാവ്, ഡി കാള, ആട്, കോഴി? ഉത്തരം സി കാള, ആട്, പ്രാവ്. ചോദ്യം 37. ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? എ നാണയമാറ്റക്കാരോട്, ബി യഹൂദരോട്, സി പുരോഹിതരോട്, ഡി പ്രാവുകളെ വിൽക്കുന്നവരോട്? ഉത്തരം ഡി പ്രാവുകളെ വിൽക്കുന്നവരോട്. ചോദ്യം 38. നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുതെന്ന് ഈശോ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച്, ബി ജെറുസലേം ദേവാലയത്തെക്കുറിച്ച്, സി സിനഗോഗിനെക്കുറിച്ച്, ഡി ദേവാലയ അങ്കണത്തെക്കുറിച്ച്? ഉത്തരം എ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച്. ചോദ്യം 39. ദേവാലയം നശിപ്പിച്ചാൽ എത്ര ദിവസം കൊണ്ടാണ് യേശു അത് പുനരുദ്ധരിക്കുക? എ 3-ാമത്തെ ദിവസം, ബി 3 ദിവസത്തിനുള്ളിൽ, സി 3 ദിവസം കൊണ്ട്, ഡി 3 ദിവസത്തിനകം? ഉത്തരം ഡി 3 ദിവസത്തിനകം.
ചോദ്യം 40. ജെറുസലേം ദേവാലയം പണിയാൻ എത്ര വർഷമെടുത്തു? എ 46 മാസങ്ങൾ, ബി 46 വർഷങ്ങൾ, സി 46 സംവത്സരം, ഡി 40 സംവത്സരം. ഉത്തരം സി 46 സംവത്സരം. ചോദ്യം 42. വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിച്ചതാര്? എ യഹൂദർ, ബി ചുറ്റും കൂടിയ ജനങ്ങൾ, സി ശിഷ്യന്മാർ, ഡി അനുയായികൾ. ഉത്തരം സി ശിഷ്യന്മാർ. ചോദ്യം 43. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണമെന്ത്? എ അവൻ അവരെയെല്ലാം മനസ്സിലാക്കിയിരുന്നു, ബി മനുഷ്യരെക്കുറിച്ച് അവൻ അറിയാമായിരുന്നു, സി അവന് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു, ഡി അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ഉത്തരം ഡി അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ചോദ്യം 44. യേശുവിന് ആരെപ്പറ്റിയാണ് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ലാതിരുന്നത്? എ മനുഷ്യനെപ്പറ്റി, ബി ഫരിസേയരെപ്പറ്റി, സി യഹൂദരെപ്പറ്റി, ഡി ശിഷ്യന്മാരെപ്പറ്റി. ഉത്തരം എ മനുഷ്യനെപ്പറ്റി. ചോദ്യം 45. രാത്രിയിൽ യേശുവിൻ്റെ അടുത്തു വന്ന യഹൂദ പ്രമാണി ആര്? എ സക്കേവൂസ്, ബി നഥാനിയേൽ, സി മത്തായി, ഡി നിക്കോദേമോസ്. ഉത്തരം ഡി നിക്കോദേമോസ്. ചോദ്യം 46. നിക്കോദേമോസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? എ ഗുരു, ബി ദാവീദിൻ്റെ പുത്ര, സി റബ്ബി, ഡി കർത്താവേ. ഉത്തരം സി റബ്ബി. ചോദ്യം 47. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഡാഷ് പ്രവർത്തിക്കാൻ കഴിയുകയില്ല, പൂരിപ്പിക്കുക. എ അത്ഭുതങ്ങൾ, ബി അടയാളങ്ങൾ, സി രോഗസൗഖ്യങ്ങൾ, ഡി അത്ഭുതങ്ങളും അടയാളങ്ങളും. ഉത്തരം ബി അടയാളങ്ങൾ. ചോദ്യം 48. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ഡാഷ് കാണാൻ കഴിയുകയില്ല, പൂരിപ്പിക്കുക. എ സ്വർഗരാജ്യം, ബി ദൈവസ്നേഹം, സി ദൈവരാജ്യം, ഡി ദൈവത്തെ. ഉത്തരം സി ദൈവരാജ്യം. ചോദ്യം 49. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് മൂലം? എ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ, ബി ദൈവരാജ്യത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ, സി സ്വർഗത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ, ഡി ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. ഉത്തരം ഡി ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. ചോദ്യം 50. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചതാര്? എ നിക്കോദേമോസ്, ബി സക്കേവൂസ്, സി പത്രോസ്, ഡി ശിഷ്യന്മാർ. ഉത്തരം എ നിക്കോദേമോസ്. ചോദ്യം 51. നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? യേശു ആരോടാണ് ഇത് ചോദിച്ചത്? എ സക്കേവൂസിനോട്, ബി അരിമത്തിയക്കാരൻ ജോസഫിനോട്, സി ഗമാലിയേലിനോട്, ഡി നിക്കോദേമോസിനോട്. ഉത്തരം ഡി നിക്കോദേമോസ്. ചോദ്യം 52. യേശു എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്? എ കണ്ടവയെപ്പറ്റി, ബി കാണുന്നതിനെപ്പറ്റി, സി അറിയുന്നതിനെപ്പറ്റി, ഡി പിതാവിനെപ്പറ്റി. ഉത്തരം സി അറിയുന്നവയെപ്പറ്റി. ചോദ്യം 53. യേശു എന്തിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? എ സത്യത്തെപ്പറ്റി, ബി കണ്ടവയെപ്പറ്റി, സി അറിയുന്നവയെപ്പറ്റി, ഡി പിതാവിനെപ്പറ്റി. ഉത്തരം ബി കണ്ടവയെപ്പറ്റി. ചോദ്യം 54. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല, പൂരിപ്പിക്കുക. എ ദൈവപുത്രൻ, ബി ഞാൻ, സി മനുഷ്യപുത്രൻ, ഡി ഞാനാകുന്ന അപ്പം. ഉത്തരം സി മനുഷ്യപുത്രൻ. ചോദ്യം 55. മോശ എവിടെയാണ് സർപ്പത്തെ ഉയർത്തിയത്? എ ഈജിപ്തിൽ, ബി വടിയിൽ, സി ജനങ്ങൾക്കിടയിൽ, ഡി മരുഭൂമിയിൽ. ഉത്തരം ഡി മരുഭൂമിയിൽ. ചോദ്യം 56. ആരാണ് പ്രകാശത്തെ വെറുക്കുന്നത്? എ തിന്മയ്ക്ക് അടിപ്പെട്ടവൻ, ബി പാപത്തിൽ ജീവിക്കുന്നവൻ, സി തിന്മ പ്രവർത്തിക്കുന്നവൻ, ഡി തിന്മ ആഗ്രഹിക്കുന്നവൻ. ഉത്തരം സി തിന്മ പ്രവർത്തിക്കുന്നവൻ. ചോദ്യം 57. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്?
എ നന്മ പ്രവർത്തിക്കുന്നവൻ, ബി സത്യം ആഗ്രഹിക്കുന്നവൻ, സി സത്യം ഗ്രഹിക്കുന്നവൻ, ഡി സത്യം പ്രവർത്തിക്കുന്നവൻ. ഉത്തരം ഡി സത്യം പ്രവർത്തിക്കുന്നവൻ. ചോദ്യം 58. സത്യം പ്രവർത്തിക്കുന്നവൻ്റെ പ്രവൃത്തികൾ ഡാഷ് ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. പൂരിപ്പിക്കുക. എ ദൈവ ഐക്യത്തിൽ, ബി ദൈവസ്നേഹത്തിൽ, സി ദൈവകൃപയിൽ, ഡി ദൈവശരണത്തിൽ. ഉത്തരം എ ദൈവ ഐക്യത്തിൽ. ചോദ്യം 59. യേശുവും നിക്കോദേമോസും സംസാരിച്ചതിന് ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? എ ഗലീലി പ്രദേശത്തേക്ക്, ബി ബഥാനിയയിലേക്ക്, സി ജെറുസലേമിലേക്ക്, ഡി യൂദയാദേശത്തേക്ക്. ഉത്തരം ഡി യൂദയാദേശത്തേക്ക്. ചോദ്യം 60. യേശു എവിടെ വെച്ചാണ് സ്നാനം നൽകിയത്? എ ജോർദാൻ്റെ മറുകരയിൽ, ബി സാലിമിനടുത്തുള്ള ഏനോനിൽ, സി യൂദയാദേശത്ത്, ഡി ജോർദാൻ നദിയിൽ. ഉത്തരം സി യൂദയാദേശത്ത്. ചോദ്യം 61. യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? എ ജോർദാൻ്റെ മറുകരയിൽ, ബി സാലിമിനടുത്തുള്ള ഏനോനിൽ, സി യൂദയാദേശത്ത്, ഡി ജോർദാൻ നദിയിൽ. ഉത്തരം ബി സാലിമിനടുത്തുള്ള ഏനോനിൽ. ചോദ്യം 62. ആര് തമ്മിലാണ് ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത്? എ അവൻ്റെ ശിഷ്യന്മാരും യഹൂദരും, ബി അവൻ്റെ ശിഷ്യന്മാരും നിയമജ്ഞരും, സി അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും, ഡി അവൻ്റെ ശിഷ്യനും ഒരു യഹൂദനും. ഉത്തരം സി അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും. ചോദ്യം 63. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന ഡാഷ് അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. എ സുഹൃത്ത്, ബി മണവാട്ടി, സി സ്നേഹിതൻ, ഡി സ്നേഹിതർ. സി സ്നേഹിതർ, ഡി സ്നേഹിതൻ. ഉത്തരം ഡി സ്നേഹിതൻ. ചോദ്യം 64. എല്ലാവർക്കും ഉപരിയായിട്ടുള്ളവൻ ആരാണ്? എ ഉന്നതത്തിൽ നിന്നു വരുന്നവൻ, ബി സ്വർഗത്തിൽ നിന്നു വരുന്നവൻ, സി ദൈവത്തിൽ നിന്നു വരുന്നവൻ, ഡി ഉന്നതത്തിൽ നിന്നു വരുന്നവർ. ഉത്തരം എ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ. ചോദ്യം 65. ആരാണ് ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത്? എ ദൈവം അംഗീകരിച്ചവൻ, ബി ദൈവം തിരഞ്ഞെടുത്തവൻ, സി ദൈവത്തിൻ്റെ ആത്മാവ്, ഡി ദൈവം അയച്ചവൻ. ഉത്തരം ഡി ദൈവം അയച്ചവൻ. ചോദ്യം 66. പുത്രനിൽ വിശ്വസിക്കുന്നവന് ഡാഷ് ലഭിക്കുന്നു. പൂരിപ്പിക്കുക. എ സ്വർഗരാജ്യം, ബി പിതാവിൻ്റെ വാഗ്ദാനം, സി നിത്യജീവൻ, ഡി ദൈവരാജ്യം. ഉത്തരം സി നിത്യജീവൻ. ചോദ്യം 67. പുത്രനെ അനുസരിക്കാത്തവൻ ദർശിക്കാത്തത് എന്ത്? എ ദൈവരാജ്യം, ബി ജീവൻ, സി നിത്യജീവൻ, ഡി ദൈവമഹത്വം. ഉത്തരം ബി ജീവൻ. ചോദ്യം 68. പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ ഡാഷ് ഉണ്ട്. എ നിത്യശിക്ഷ, ബി ദൈവശാപം, സി ദൈവകോപം, ഡി ദൈവശിക്ഷ. ഉത്തരം സി ദൈവകോപം. ചോദ്യം 69. സമരിയായിൽ യേശു എത്തിച്ചേർന്ന പട്ടണമേത്? എ റാമ, ബി എബ്നേസർ, സി ജെറീക്കോ, ഡി സിക്കാർ. ഉത്തരം ഡി സിക്കാർ. ചോദ്യം 70. യേശു കിണറിൻ്റെ കരയിൽ ഇരുന്ന സമയം? എ ഏകദേശം 6 മണിക്കൂർ, ബി ഏകദേശം 3 മണിക്കൂർ, സി ഏകദേശം 5 മണിക്കൂർ, ഡി ഏകദേശം 9 മണിക്കൂർ. ഉത്തരം എ ഏകദേശം 6 മണിക്കൂർ. ചോദ്യം 71. യേശു സമരിയാക്കാരിയോട് സംസാരിച്ചത് എന്ത്? എ എനിക്ക് കുടിക്കാൻ വെള്ളം തരുക, ബി എനിക്ക് കുടിക്കാൻ ജലം തരുക, സി എനിക്ക് ദാഹിക്കുന്നു, ഡി എനിക്ക് കുടിക്കാൻ തരുക. ഉത്തരം ഡി എനിക്ക് കുടിക്കാൻ തരുക. ചോദ്യം 72. ആരു തമ്മിലാണ് സമ്പർക്കമൊന്നുമില്ലാത്തത്? എ യഹൂദരും വിജാതീയരും, ബി യഹൂദരും റോമാക്കാരും,
സി യഹൂദരും സമരിയാക്കാരും, ഡി ഗലീലിയരും സമരിയാക്കാരും. ഉത്തരം സി യഹൂദരും സമരിയാക്കാരും. ചോദ്യം 73. സമരിയാക്കാരി യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? എ ഗുരോ, ബി പ്രഭോ, സി റബ്ബി, ഡി നാഥ. ഉത്തരം ബി പ്രഭോ. ചോദ്യം 74. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഡാഷ് തരുകയും ചെയ്യുമായിരുന്നു. പൂരിപ്പിക്കുക. എ ജീവൻ്റെ വെള്ളം, ബി ആത്മാവിനെ, സി ജീവജലം, ഡി പാപമോചനം. ഉത്തരം സി ജീവജലം. ചോദ്യം 75. സമരിയാക്കാരി സ്ത്രീ യേശു ആരാണെന്നാണ് പറഞ്ഞത്? എ ദൈവപുത്രൻ, ബി രക്ഷകൻ, സി ഗുരു, ഡി പ്രവാചകൻ. ഉത്തരം ഡി പ്രവാചകൻ. ചോദ്യം 76. യഥാർത്ഥമായ ആരാധനാസ്ഥലം എവിടെയാണ്? എ ജെറുസലേമിൽ, ബി ദേവാലയത്തിൽ, സി ഹൃദയത്തിൽ, ഡി നിന്നിൽ തന്നെ. ഉത്തരം എ ജെറുസലേമിൽ. ചോദ്യം 77. രക്ഷ ആരിൽ നിന്നാണ്? എ യേശുവിൽ, ബി ക്രിസ്തുവിൽ, സി ദൈവപുത്രനിൽ, ഡി യഹൂദരിൽ. ഉത്തരം ഡി യഹൂദരിൽ. ചോദ്യം 78. ഡാഷ് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക. എ യഥാർത്ഥ യഹൂദർ, ബി സകല മനുഷ്യരും, സി യഥാർത്ഥ ആരാധകർ, ഡി സകലരും. ഉത്തരം സി യഥാർത്ഥ ആരാധകർ. ചോദ്യം 79. ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെയാണ് ആരാധിക്കുന്നത്? എ സത്യത്തിലും നീതിയിലും, ബി ആത്മാവിലും സത്യത്തിലും, സി ആത്മാവിലും മഹത്വത്തിലും, ഡി ജീവനിലും സത്യത്തിലും. ഉത്തരം ബി ആത്മാവിലും സത്യത്തിലും. ചോദ്യം 80. സമരിയാക്കാരി സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് എവിടേക്കാണ് പോയത്? എ നഗരത്തിലേക്ക്, ബി ഭവനത്തിലേക്ക്, സി പട്ടണത്തിലേക്ക്, ഡി നാട്ടിലേക്ക്. ഉത്തരം സി പട്ടണത്തിലേക്ക്. ചോദ്യം 81. യേശു സമരിയക്കാരോടൊപ്പം എത്ര ദിവസം താമസിച്ചു? എ 2 മാസം, ബി 3 ദിവസം, സി 4 ദിവസം, ഡി 2 ദിവസം. ഉത്തരം ഡി 2 ദിവസം. ചോദ്യം 82. സമരിയായിൽ നിന്ന് യേശു എവിടേക്കാണ് പോയത്? എ ഗലീലി, ബി കഫർനാം, സി യൂദയ, ഡി ജെറുസലേം. ഉത്തരം എ ഗലീലി. ചോദ്യം 83. ആസന്നമരണനായ മകനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞതാരാണ്? എ കഫർനാമിലെ ഒരു ശതാധിപൻ, ബി ഗലീലിയിലെ ഒരു രാജസേവകൻ, സി കഫർനാമിലെ ഒരു സൈന്യാധിപൻ, ഡി കഫർനാമിലെ ഒരു രാജസേവകൻ. ഉത്തരം ഡി കഫർനാമിലെ ഒരു രാജസേവകൻ. ചോദ്യം 84. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ആരാണ് എതിരെ വന്നത്? എ ഒരു ഭൃത്യൻ, ബി ഒരു ദൂതൻ, സി ഭൃത്യന്മാർ, ഡി ശതാധിപൻ. ഉത്തരം സി ഭൃത്യന്മാർ. ചോദ്യം 85. രാജസേവകൻ്റെ മകൻ സുഖം പ്രാപിച്ചത് എപ്പോൾ? എ 3-ാം മണിക്കൂറിൽ, ബി 7-ാം മണിക്കൂറിൽ, സി 6-ാം മണിക്കൂറിൽ, ഡി 5-ാം മണിക്കൂറിൽ. ഉത്തരം ബി 7-ാം മണിക്കൂറിൽ. ചോദ്യം 86. യൂദയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? എ രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, ബി അപ്പം വർദ്ധിപ്പിക്കുന്നു, സി രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു, ഡി അന്ധനെ സുഖപ്പെടുത്തുന്നു. ഉത്തരം സി രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. ചോദ്യം 87. ബെത്സദ കുളം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? എ ജെറുസലേമിൽ സുവർണ കവാടത്തിനടുത്ത്, ബി ജെറുസലേം ദേവാലയത്തിൻ്റെ കിഴക്ക് വശത്ത്, സി ജെറുസലേം ദേവാലയത്തിന് സമീപം, ഡി ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. ഉത്തരം ഡി ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. ചോദ്യം 88. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, യേശു എവിടെ വെച്ചാണ് ഇത് പറഞ്ഞത്? എ ദേവാലയത്തിൽ വെച്ച്,
ബി ദേവാലയ അങ്കണത്തിൽ വെച്ച്, സി ദേവാലയത്തിന് പുറത്ത് വെച്ച്, ഡി ബത്സദ കുളക്കരയിൽ വെച്ച്. ഉത്തരം എ ദേവാലയത്തിൽ വച്ച്. ചോദ്യം 89. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറയുന്നത്? എ മേലിൽ തിന്മ പ്രവർത്തിക്കരുത്, ബി ഇനിമേലിൽ പാപം ചെയ്യരുത്, സി ജീവിതത്തിൽ പാപം ചെയ്യരുത്, ഡി മേലിൽ പാപം ചെയ്യരുത്. ഉത്തരം ഡി മേലിൽ പാപം ചെയ്യരുത്. ചോദ്യം 90. വിധി മുഴുവൻ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? എ മനുഷ്യപുത്രനെ, ബി ദൈവപുത്രനെ, സി പുത്രനെ, ഡി ഏകജാതനെ. ഉത്തരം സി പുത്രനെ. ചോദ്യം 91. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് നൽകിയിരിക്കുന്നത് എന്ത്? എ ശക്തി, ബി വരം, സി അധികാരം, ഡി കൃപ. ഉത്തരം ബി വരം. ചോദ്യം 92. മനുഷ്യപുത്രനായതുകൊണ്ട് എന്തിനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത്? എ വിധി കൽപ്പിക്കാൻ, ബി വിധി നടപ്പാക്കാൻ, സി വിധിക്കാൻ, ഡി പാപം മോചിക്കാൻ. ഉത്തരം സി വിധിക്കാൻ. ചോദ്യം 93. ഡാഷിൽ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക. എ ഇരുട്ടിൽ, ബി ശവകുടീരങ്ങളിൽ, സി അന്ധകാരത്തിൽ, ഡി കല്ലറകളിൽ. ഉത്തരം ഡി കല്ലറകളിൽ. ചോദ്യം 94. സത്യത്തിന് സാക്ഷ്യം നൽകിയവൻ ആര്? എ യോഹന്നാൻ, ബി ക്രിസ്തു, സി ഏലിയ, ഡി യേശു. ഉത്തരം എ യോഹന്നാൻ. ചോദ്യം 95. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. ആര്? എ ഏലിയ, ബി ഏശയ്യ, സി ജെറമിയ, ഡി യോഹന്നാൻ. ഉത്തരം ഡി യോഹന്നാൻ. ചോദ്യം 96. ആരാണ് യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? എ യോഹന്നാൻ, ബി പരിശുദ്ധാത്മാവ്, സി പിതാവ് തന്നെ, ഡി മോശ. ഉത്തരം സി പിതാവ് തന്നെ. ചോദ്യം 97. ഡാഷ് നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ ഡാഷ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പൂരിപ്പിക്കുക. എ വിശുദ്ധ ലിഖിതങ്ങൾ രക്ഷ, ബി വിശുദ്ധ ലിഖിതങ്ങൾ നിത്യജീവൻ, സി വചനം നിത്യജീവൻ, ഡി നിയമങ്ങൾ നിത്യജീവൻ. ഉത്തരം ബി വിശുദ്ധ ലിഖിതങ്ങൾ നിത്യജീവൻ. ചോദ്യം 98. യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്ത്? എ മോശയുടെ നിയമം, ബി പ്രവാചക ഗ്രന്ഥങ്ങൾ, സി വിശുദ്ധ ലിഖിതങ്ങൾ, ഡി വിശുദ്ധ ഗ്രന്ഥം. ഉത്തരം സി വിശുദ്ധ ലിഖിതങ്ങൾ. ചോദ്യം 99. മനുഷ്യരിൽ നിന്ന് ഞാൻ ഡാഷ് സ്വീകരിക്കുന്നില്ല. പൂരിപ്പിക്കുക. എ അംഗീകാരം, ബി ഒന്നും, സി ഉപദേശം, ഡി മഹത്വം. ഉത്തരം ഡി മഹത്വം. ചോദ്യം 100. ഗലീലി കടലിൻ്റെ മറ്റൊരു പേര്? എ തിബേരിയാസ്, ബി ചാവുകടൽ, സി ചെങ്കടൽ, ഡി ഗനസരേത്ത് തടാകം. ഉത്തരം എ തിബേരിയാസ്. ചോദ്യം 101. യേശു ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയപ്പോൾ ആരാണ് അനുഗമിച്ചത്? എ ശിഷ്യന്മാർ, ബി വലിയൊരു ജനാവലി, സി യഹൂദ ജനത, ഡി വലിയൊരു ജനക്കൂട്ടം. ഉത്തരം ഡി വലിയ ഒരു ജനക്കൂട്ടം. ചോദ്യം 102. യേശു ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയപ്പോൾ അവിടെ ഏത് തിരുനാളാണ് അടുത്തിരുന്നത്? എ യഹൂദരുടെ കൂടാര തിരുനാൾ, ബി യഹൂദരുടെ പ്രതിഷ്ഠയുടെ തിരുനാൾ, സി യഹൂദരുടെ പെസഹ തിരുനാൾ, ഡി യഹൂദരുടെ പെന്തക്കുസ്ത തിരുനാൾ. ഉത്തരം സി യഹൂദരുടെ പെസഹ തിരുനാൾ. ചോദ്യം 103. ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോട് ചോദിച്ചു? എ പീലിപ്പോസ് അന്ത്രയോസിനോട്, ബി യേശു പീലിപ്പോസിനോട്, സി യേശു ശിഷ്യന്മാരോട്,
ഡി ശിഷ്യന്മാർ പരസ്പരം? ഉത്തരം ബി യേശു പീലിപ്പോസിനോട്. ചോദ്യം 104. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ എത്ര ധനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല എന്നാണ് പറയുന്നത്? എ 300, ബി 100, സി 200, ഡി 400. ഉത്തരം സി 200. ചോദ്യം 105. എത്ര പുരുഷന്മാരാണ് ഭക്ഷണത്തിനിരുന്നത്? എ 4000-ഓളം, ബി 7000-ഓളം, സി 6000-ഓളം, ഡി 5000-ഓളം. ഉത്തരം ഡി 5000-ഓളം. ചോദ്യം 106. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷണങ്ങൾ എത്ര കുട്ട ശേഖരിച്ചു? എ 7, ബി 10, സി 12, ഡി 11. ഉത്തരം സി 12. ചോദ്യം 107. ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ആരാണ് പറഞ്ഞത്? എ സമരിയാക്കാരി സ്ത്രീ, ബി യഹൂദർ, സി നിക്കോദേമോസ്, ഡി ജനങ്ങൾ. ഉത്തരം ഡി ജനങ്ങൾ. ചോദ്യം 108. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ എവിടേക്കാണ് പോയത്? എ തടാക തീരത്തേക്ക്, ബി കടൽ തീരത്തേക്ക്, സി കടൽ കരയിലേക്ക്, ഡി കഫർനാമിലേക്ക്. ഉത്തരം സി കടൽക്കരയിലേക്ക്. ചോദ്യം 109. ശിഷ്യന്മാർ വള്ളത്തിൽ കയറി എവിടേക്കാണ് പുറപ്പെട്ടത്? എ കഫർനാമിലേക്ക്, ബി കടലിൻ്റെ മറുകരയിലേക്ക്, സി തിബേരിയാസിലേക്ക്, ഡി ഗലീലിയിലേക്ക്. ഉത്തരം എ കഫർനാമിലേക്ക്. ചോദ്യം 110. 25 30 സ്ഥാദിയോൺ എത്ര കിലോമീറ്റർ ആണ്? എ 2-3 കിലോമീറ്റർ, ബി 6-7 കിലോമീറ്റർ, സി 4-5 കിലോമീറ്റർ, ഡി 5-6 കിലോമീറ്റർ. ഉത്തരം ഡി 5-6 കിലോമീറ്റർ. ചോദ്യം 111. ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി എവിടെയാണ് എത്തിയത്? എ തിബേരിയാസ്, ബി ദെക്കാപോളിസ്, സി കഫർനാം, ഡി മറുകരയിൽ. ഉത്തരം സി കഫർനാം. ചോദ്യം 112. പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ വച്ചിരിക്കുന്നത് എന്ത്? എ ദൈവപുത്ര സ്ഥാനം, ബി അംഗീകാര മുദ്ര, സി അധികാര മുദ്ര, ഡി അംഗീകാരപത്രം. ഉത്തരം ബി അംഗീകാര മുദ്ര. ചോദ്യം 113. ഡാഷ് അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്? പൂരിപ്പിക്കുക. എ ദൈവം, ബി മോശ, സി അബ്രാഹം, ഡി മനുഷ്യൻ. ഉത്തരം ബി മോശ. ചോദ്യം 114. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ഡാഷ് നൽകുന്നതത്രേ? പൂരിപ്പിക്കുക. എ പ്രകാശം, ബി പ്രത്യാശ, സി ജീവൻ, ഡി വചനം. ഉത്തരം സി ജീവൻ. ചോദ്യം 115. പിതാവ് എനിക്ക് ഡാഷ് എൻ്റെ അടുത്തു വരും? പൂരിപ്പിക്കുക. എ തരുന്നവരെല്ലാം, ബി നേടിയെടുത്തവരെല്ലാം, സി നൽകുന്നവരെല്ലാം, ഡി നൽകിയവരെല്ലാം. ഉത്തരം സി നൽകുന്നവരെല്ലാം. ചോദ്യം 116. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും നഷ്ടപ്പെടുത്താതെ എന്നാണ് ഉയർപ്പിക്കേണ്ടത്? എ അന്ത്യവിധിയിൽ, ബി അവസാന നാളിൽ, സി വിധി ദിനത്തിൽ, ഡി അന്ത്യദിനത്തിൽ. ഉത്തരം ഡി അന്ത്യദിനത്തിൽ. ചോദ്യം 117. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് ഡാഷ് ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം? പൂരിപ്പിക്കുക. എ ജീവൻ, ബി നിത്യരക്ഷ, സി നിത്യത, ഡി നിത്യജീവൻ. ഉത്തരം ഡി നിത്യജീവൻ. ചോദ്യം 118. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യേശുവിനെതിരെ പിറുപിറുത്തത് ആര്? എ യഹൂദർ, ബി ശിഷ്യന്മാർ, സി ഫരിസേയർ, ഡി നിയമജ്ഞർ. ഉത്തരം എ യഹൂദർ. ചോദ്യം 119. വിശ്വസിക്കുന്നവന് ഡാഷ് ഉണ്ട്? പൂരിപ്പിക്കുക. എ സ്വർഗരാജ്യം, ബി ദൈവസ്നേഹം, സി നിത്യരക്ഷ, ഡി നിത്യജീവൻ. ഉത്തരം ഡി നിത്യജീവൻ. ചോദ്യം 120.
ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന് ഈശോ പറഞ്ഞപ്പോൾ ആരുടെ ഇടയിലാണ് തർക്കമുണ്ടായത്? എ. ശിഷ്യരുടെ ഇടയിൽ, ബി. ജനങ്ങളുടെ ഇടയിൽ, സി. യഹൂദർക്കിടയിൽ, ഡി. നിയമജ്ഞരുടെ ഇടയിൽ. ഉത്തരം സി. യഹൂദർക്കിടയിൽ. ചോദ്യം 121. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ഉണ്ടായിരിക്കുകയില്ല. പൂരിപ്പിക്കുക. എ. നിത്യജീവൻ, ബി. ജീവൻ, സി. ദൈവകൃപ, ഡി. ദൈവിക ജീവൻ. ഉത്തരം ബി. ജീവൻ. ചോദ്യം 122. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച് ഈശോ എവിടെ വെച്ചാണ് പറഞ്ഞത്? എ. സോളമൻ്റെ മണ്ഡപത്തിൽ, ബി. ദേവാലയത്തിൽ, സി. കഫർനാമിലെ സിനഗോഗിൽ, ഡി. ഒലിവുമലയിൽ. ഉത്തരം സി. കഫർനാമിലെ സിനഗോഗിൽ. ചോദ്യം 123. ആരാണ് ജീവൻ നൽകുന്നത്? എ. ദൈവം, ബി. വചനം, സി. സൃഷ്ടാവ്, ഡി. ആത്മാവ്. ഉത്തരം ഡി. ആത്മാവ്. ചോദ്യം 124. നീയാണ് ഡാഷ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പൂരിപ്പിക്കുക. എ. ദൈവത്തിൻ്റെ പരിശുദ്ധൻ, ബി. ദൈവത്തിൻ്റെ പുത്രൻ, സി. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഡി. ദൈവത്തിൻ്റെ ഏകജാതൻ. ഉത്തരം എ. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ചോദ്യം 125. യേശു എവിടെയാണ് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്? എ. യൂദയായിൽ, ബി. കഫർനാമിൽ, സി. ജെറുസലേമിൽ, ഡി. ഗലീലിയിൽ. ഉത്തരം ഡി. ഗലീലിയിൽ. ചോദ്യം 126. യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ എവിടെ സഞ്ചരിക്കാനാണ് ഈശോ ഇഷ്ടപ്പെടാതിരുന്നത്? എ. ജെറുസലേമിൽ, ബി. കഫർനാമിൽ, സി. യൂദയായിൽ, ഡി. ഗലീലിയിൽ. ഉത്തരം സി. യൂദയായിൽ. ചോദ്യം 127. എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് യേശു എവിടെയാണ് താമസിച്ചത്? എ. ബഥാനിയായിൽ, ബി. ഗലീലിയിൽ, സി. കഫർനാമിൽ, ഡി. സമരിയായിൽ. ഉത്തരം ബി. ഗലീലിയിൽ. ചോദ്യം 128. അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആരാണ് യേശുവിനെ തിരക്കിയത്? എ. പുരോഹിതർ, ബി. നിയമജ്ഞർ, സി. യഹൂദർ, ഡി. ജനങ്ങൾ. ഉത്തരം സി. യഹൂദർ. ചോദ്യം 129. ആളുകൾ യേശുവിനെപ്പറ്റി പരസ്യമായി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ട്? എ. പുരോഹിതരെ ഭയന്ന്, ബി. ജനങ്ങളെ ഭയന്ന്, സി. ഫരിസേയരെ ഭയന്ന്, ഡി. യഹൂദരെ ഭയന്ന്. ഉത്തരം ഡി. യഹൂദരെ ഭയന്ന്. ചോദ്യം 130. ആരാണ് തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നത്? എ. സത്യവാൻ, ബി. നീതിമാൻ, സി. അയക്കപ്പെട്ടവൻ, ഡി. സത്യാന്വേഷി. ഉത്തരം എ. സത്യവാൻ. ചോദ്യം 131. ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? ആരാണ് ഇത് ചോദിച്ചത്? എ. സദുക്കായർ, ബി. യൂദാനിവാസികളിൽ ചിലർ, സി. ജെറുസലേമിലെ ജനങ്ങൾ, ഡി. ജെറുസലേം നിവാസികളിൽ ചിലർ. ഉത്തരം ഡി. ജെറുസലേം നിവാസികളിൽ ചിലർ. ചോദ്യം 132. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ ഡാഷ് യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? പൂരിപ്പിക്കുക. എ. ഫരിസേയർ, ബി. പുരോഹിത പ്രമുഖർ, സി. അധികാരികൾ, ഡി. ജനപ്രമാണികൾ. ഉത്തരം സി. അധികാരികൾ. ചോദ്യം 133. ജനക്കൂട്ടം യേശുവിനെക്കുറിച്ച് പിറുപിറുക്കുന്നത് കേട്ടത് ആര്? എ. ശിഷ്യന്മാർ, ബി. ഫരിസേയർ, സി. അധികാരികൾ, ഡി. പുരോഹിതർ. ഉത്തരം ബി. ഫരിസേയർ. ചോദ്യം 134. യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചതാര്? എ. പുരോഹിതരും ഫരിസേയരും, ബി. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും, സി. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും, ഡി. പുരോഹിത പ്രമുഖന്മാരും ലേവ്യരും. ഉത്തരം സി. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ചോദ്യം 135. അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതിനുശേഷം യേശു എവിടേക്കാണ് പോകുന്നത്? എ. പിതാവിൻ്റെ അടുത്തേക്ക്, ബി. അയച്ചവൻ്റെ പക്കലേക്ക്, സി. വിളിച്ചവൻ്റെ അടുത്തേക്ക്, ഡി. അയച്ചവൻ്റെ അടുത്തേക്ക്.
ഉത്തരം ഡി അയച്ചവൻ്റെ അടുത്തേക്ക്. ചോദ്യം 136. യേശു മഹത്വീകരിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്നത് എന്ത്? എ ആത്മാവ്, ബി നിത്യജീവൻ, സി ജീവൻ്റെ അപ്പം, ഡി ദൈവകൃപ. ഉത്തരം എ ആത്മാവ്. ചോദ്യം 137. യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ ആരാണെന്നാണ് ചിലർ പറഞ്ഞത്? എ തച്ചൻ്റെ മകൻ, ബി ഗലീലിയൻ, സി രക്ഷകൻ, ഡി പ്രവാചകൻ. ഉത്തരം ഡി പ്രവാചകൻ. ചോദ്യം 138. യേശു എവിടെ നിന്ന് വരുമെന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? എ നസ്രത്തിൽ നിന്ന്, ബി ഉന്നതത്തിൽ നിന്ന്, സി ബെത്ലഹേമിൽ നിന്ന്, ഡി ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന്. ഉത്തരം സി ബെത്ലഹേമിൽ നിന്ന്. ചോദ്യം 139. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആരാണ് ഇത് പറഞ്ഞത്? എ പടയാളികൾ, ബി സേവകന്മാർ, സി അയക്കപ്പെട്ടവർ, ഡി ദൂതന്മാർ. ഉത്തരം ബി സേവകന്മാർ. ചോദ്യം 140. നിങ്ങളും വഞ്ചിതരായോ? ഇത് ആരുടെ ചോദ്യമാണ്? എ നിയമജ്ഞർ, ബി പുരോഹിത പ്രമുഖർ, സി ഫരിസേയർ, ഡി യഹൂദ പ്രമാണികൾ. ഉത്തരം സി ഫരിസേയർ. ചോദ്യം 141. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ആരാണ് ഇങ്ങനെ ചോദിക്കുന്നത്? എ സക്കേവൂസ്, ബി ഒരു നിയമജ്ഞൻ, സി ഒരു ഫരിസേയൻ, ഡി നിക്കോദേമോസ്. ഉത്തരം ഡി നിക്കോദേമോസ്. ചോദ്യം 142. എവിടെ നിന്നാണ് അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത്? എ ഒലിവുമലയിൽ നിന്ന്, ബി ബഥാനിയായിൽ നിന്ന്, സി കഫർനാമിൽ നിന്ന്, ഡി ഗലീലിയിൽ നിന്ന്. ഉത്തരം എ ഒലിവുമലയിൽ നിന്ന്. ചോദ്യം 143. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാണ്? എ നിയമജ്ഞരും ഫരിസേയരും, ബി നിയമജ്ഞരും പുരോഹിതരും, സി പുരോഹിതരും ലേവ്യരും, ഡി യഹൂദരും ഫരിസേയരും. ഉത്തരം എ നിയമജ്ഞരും ഫരിസേയരും. ചോദ്യം 144. യോഹന്നാൻ 8:11 സമാനമായ വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വേറെ എവിടെയാണ് കാണുന്നത്? എ യോഹന്നാൻ 4:14, ബി യോഹന്നാൻ 7:15, സി യോഹന്നാൻ 15:14, ഡി യോഹന്നാൻ 5:14. ഉത്തരം ഡി യോഹന്നാൻ 5:14. ചോദ്യം 145. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ആരുടെ വാക്കുകളാണിത്? എ നിയമജ്ഞർ, ബി യഹൂദർ, സി ഫരിസേയർ, ഡി പുരോഹിത പ്രമുഖർ. ഉത്തരം സി ഫരിസേയർ. ചോദ്യം 146. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എ നിയമാവർത്തന പുസ്തകത്തിൽ, ബി നിയമത്തിൽ, സി സങ്കീർത്തനങ്ങളിൽ, ഡി മോശയുടെ നിയമത്തിൽ. ഉത്തരം ബി നിയമത്തിൽ. ചോദ്യം 147. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും അവനെ പിടിച്ചില്ല. കാരണമെന്ത്? എ അവർ ജനങ്ങളെ ഭയപ്പെട്ടു, ബി അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു, സി അവൻ്റെ സമയം ഇനിയും ആയിട്ടില്ലായിരുന്നു, ഡി അവൻ്റെ ചുറ്റും ജനങ്ങളായിരുന്നതിനാൽ. ഉത്തരം ബി അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ചോദ്യം 148. ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ ഡാഷ് നിങ്ങൾ മരിക്കും. പൂരിപ്പിക്കുക. എ പ്രവൃത്തികളിൽ, പ്രവൃത്തികളാൽ, ബി നിയമത്താൽ, സി പാപത്താൽ, ഡി അവിശ്വാസത്താൽ. ഉത്തരം സി പാപത്തിൽ. ചോദ്യം 149. ഡാഷിനെക്കുറിച്ചാണ് യേശു തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. പൂരിപ്പിക്കുക. എ മനുഷ്യനെ, ബി യോഹന്നാനെ, സി സ്നാപകനെ, ഡി പിതാവിനെ. ഉത്തരം ഡി പിതാവിനെ. ചോദ്യം 150. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. യേശു ആരോടാണ് ഇത് പറഞ്ഞത്?
എ തന്നിൽ വിശ്വസിച്ച ജനങ്ങളോട്, ബി തന്നെ അനുഗമിച്ച ജനങ്ങളോട്, സി വചനത്തിൽ വിശ്വസിച്ച യഹൂദരോട്, ഡി തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. ഉത്തരം ഡി തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. ചോദ്യം 151. യേശുവിൽ വിശ്വസിച്ച യഹൂദർ ആരുടെ സന്തതികളാണെന്നാണ് അവകാശപ്പെടുന്നത്? എ ദൈവം, ബി പിതാവ്, സി അബ്രാഹം, ഡി മോശ. ഉത്തരം സി അബ്രാഹം. ചോദ്യം 152. ആരാണ് ആദ്യം മുതൽ കൊലപാതകി? എ ദുഷ്ടൻ, ബി പിശാച്, സി വഞ്ചകൻ, ഡി സർപ്പം. ഉത്തരം ബി പിശാച്. ചോദ്യം 153. ആരാണ് ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നവൻ? എ പിതാവിൽ നിന്നുള്ളവൻ, ബി പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവൻ, സി ദൈവത്തിൽ നിന്നുള്ളവൻ, ഡി ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നവൻ. ഉത്തരം സി ദൈവത്തിൽ നിന്നുള്ളവൻ. ചോദ്യം 154. ആരാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? എ സ്വർഗം, ബി ദൈവം, സി യോഹന്നാൻ, ഡി പിതാവ്. ഉത്തരം ഡി പിതാവ്. ചോദ്യം 155. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആരാണ് ആനന്ദിച്ചത്? എ പിതാവായ അബ്രാഹം, ബി മോശ, സി ദാവീദ്, ഡി ഏലിയ. ഉത്തരം എ പിതാവായ അബ്രാഹം. ചോദ്യം 156. റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇത് ആരുടെ ചോദ്യമാണ്? എ ഫരിസേയരുടെ, ബി നിയമജ്ഞരുടെ, സി യഹൂദരുടെ, ഡി ശിഷ്യന്മാരുടെ. ഉത്തരം ഡി ശിഷ്യന്മാരുടെ. ചോദ്യം 157. പകലായിരിക്കുവോളം ചെയ്യേണ്ടത് എന്ത്? എ പിതാവിൻ്റെ പ്രവൃത്തികൾ, ബി സത്യത്തിന് സാക്ഷ്യം വഹിക്കുക, സി എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ, ഡി എന്നെ അയച്ചവൻ്റെ വചനം പ്രഘോഷിക്കുക. ഉത്തരം സി എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 158. എന്തു പറഞ്ഞിട്ടാണ് യേശു നിലത്ത് തുപ്പിയത്? എ ഇവിടെയായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ബി ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, സി ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഡി ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ പ്രകാശമാണ്. ഉത്തരം ബി ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ചോദ്യം 159. സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം? എ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ബി സൗഖ്യം നൽകുന്നവൻ, സി അയക്കപ്പെട്ടവൻ, ഡി വിളിക്കപ്പെട്ടവൻ. ഉത്തരം സി അയക്കപ്പെട്ടവൻ. ചോദ്യം 160. മുൻപ് അന്ധനായിരുന്നവനെ ആരുടെ അടുത്താണ് കൊണ്ടുവന്നത്? എ പുരോഹിത പ്രമുഖരുടെ, ബി നിയമജ്ഞരുടെ, സി യഹൂദ പ്രമാണികളുടെ, ഡി ഫരിസേയരുടെ. ഉത്തരം ഡി ഫരിസേയരുടെ. ചോദ്യം 161. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ആരാണ് ഇത് പറഞ്ഞത്? എ ഫരിസേയരിൽ ചിലർ, ബി നിയമജ്ഞരിൽ ചിലർ, സി യഹൂദരിൽ ചിലർ, ഡി ജനങ്ങളിൽ ചിലർ. ഉത്തരം എ ഫരിസേയരിൽ ചിലർ. ചോദ്യം 162. പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം ഡാഷ് പ്രവർത്തിക്കാൻ കഴിയും? പൂരിപ്പിക്കുക. എ അത്ഭുതങ്ങൾ, ബി നന്മ, സി അടയാളങ്ങളിലൂടെ, ഡി അടയാളങ്ങൾ. ഉത്തരം ഡി അടയാളങ്ങൾ. ചോദ്യം 163. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുവോളം വിശ്വസിക്കാതിരുന്നവർ ആര്? എ ഫരിസേയർ, ബി നിയമജ്ഞർ, സി യഹൂദർ, ഡി പുരോഹിതർ. ഉത്തരം സി യഹൂദർ. ചോദ്യം 164. നിങ്ങളും അവൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നുവോ? ആരാണ് ചോദിച്ചത്? എ സൗഖ്യം പ്രാപിച്ചവൻ, ബി അന്ധൻ, സി ഫരിസേയൻ, ഡി നിയമജ്ഞൻ. ഉത്തരം ബി അന്ധൻ. ചോദ്യം 165. ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാണ് പറയുന്നത്?
എ തിന്മ പ്രവർത്തിക്കുന്നവരുടെ, ബി അവിശ്വാസികളുടെ, സി പാപികളുടെ, ഡി അനീതി പ്രവർത്തിക്കുന്നവരുടെ. ഉത്തരം സി പാപികളുടെ. ചോദ്യം 166. യേശു സുഖപ്പെടുത്തിയ അന്ധനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? എ മിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ, ബി ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ, സി നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ, ഡി മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ. ഉത്തരം ഡി മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ. ചോദ്യം 167. യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? എ സത്യത്തിന് സാക്ഷ്യം നൽകാൻ, ബി ലോകത്തിന് ജീവൻ നൽകാൻ, സി ന്യായവിധിക്ക്, ഡി പാപമോചനത്തിന്. ഉത്തരം സി ന്യായവിധിക്ക്. ചോദ്യം 168. ഏത് ഉപമ പറഞ്ഞപ്പോഴാണ് തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് ഫരിസേയർ മനസ്സിലാക്കാതിരുന്നത്? എ നാണയത്തിൻ്റെ ഉപമ, ബി കൃഷിക്കാരൻ്റെ ഉപമ, സി നല്ല ഇടയൻ്റെ ഉപമ, ഡി ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ഉത്തരം ഡി ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ചോദ്യം 169. ആരാണ് ആടുകളുടെ വാതിൽ? എ യേശു, ബി യോഹന്നാൻ, സി മിശിഹ, ഡി മോശ. ഉത്തരം എ യേശു. ചോദ്യം 170. യേശുവിൻ്റെ വാക്കുകൾ മൂലം ആരുടെ ഇടയിലാണ് ഭിന്നതയുണ്ടായത്? എ ഫരിസേയരുടെ, ബി നിയമജ്ഞരുടെയും സദുക്കായരുടെയും, സി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും, ഡി യഹൂദരുടെ. ഉത്തരം ഡി യഹൂദരുടെ. ചോദ്യം 171. ഏതാണ് ശീതകാലത്തെ തിരുനാൾ? എ കൂടാര തിരുനാൾ, ബി പെസഹ തിരുനാൾ, സി പ്രതിഷ്ഠയുടെ തിരുനാൾ, ഡി പെന്തക്കുസ്ത തിരുനാൾ. ഉത്തരം സി പ്രതിഷ്ഠയുടെ തിരുനാൾ. ചോദ്യം 172. യേശു തൻ്റെ ആടുകൾക്ക് നൽകുന്നത് എന്ത്? എ ദൈവവചനം, ബി നിത്യജീവൻ, സി നിത്യത, ഡി പിതാവിൻ്റെ ഭവനം. ഉത്തരം ബി നിത്യജീവൻ. ചോദ്യം 173. ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ഡാഷ് മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്, പൂരിപ്പിക്കുക. എ സാബത്ത് ലംഘനം, ബി നിയമലംഘനം, സി ദൈവദൂഷണം, ഡി ദുഷ്പ്രേരണ. ഉത്തരം സി ദൈവദൂഷണം. ചോദ്യം 174. ദൈവവചനം ആരുടെ അടുത്ത് വന്നുവോ അവരെ ഡാഷ് എന്ന് വിളിച്ചു, പൂരിപ്പിക്കുക. എ ദൈവമക്കൾ, ബി സ്നേഹിതർ, സി സഹോദരർ, ഡി ദൈവങ്ങൾ. ഉത്തരം ഡി ദൈവങ്ങൾ. ചോദ്യം 175. യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലം ഏത്? എ ജോർദാന് സമീപം, ബി ജോർദാൻ്റെ തീരത്ത്, സി ജോർദാൻ്റെ മറുകരയിൽ, ഡി ജോർദാൻ്റെ കരയിൽ. ഉത്തരം സി ജോർദാൻ്റെ മറുകര. ചോദ്യം 176. ആരാണ് ഒരടയാളവും പ്രവർത്തിക്കാതിരുന്നത്? എ അബ്രാഹം, ബി ജോസഫ്, സി യോന, ഡി യോഹന്നാൻ. ഉത്തരം ഡി യോഹന്നാൻ. ചോദ്യം 177. ഈ മനുഷ്യനെപ്പറ്റി ഡാഷ് പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്, പൂരിപ്പിക്കുക. എ ഏലിയ, ബി ഏശയ്യ, സി യോഹന്നാൻ, ഡി മോശ. ഉത്തരം സി യോഹന്നാൻ. ചോദ്യം 178. ലാസർ എവിടെ നിന്നുള്ളവനായിരുന്നു? എ ജെറുസലേമിൽ, ബി കാന, സി റാമ, ഡി ബഥാനിയ. ഉത്തരം ഡി ബഥാനിയ. ചോദ്യം 179. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏത്? എ 11, ബി 7, സി 10, ഡി 12. ഉത്തരം എ 11. ചോദ്യം 180. സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തതാര്? എ മേരി, ബി മഗ്ദലന മറിയം, സി ലാസറിൻ്റെ സഹോദരിയായ മറിയം, ഡി മറിയം. ഉത്തരം ഡി മറിയം. ചോദ്യം 181. ലാസർ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആരാണ് യേശുവിൻ്റെ അടുത്തേക്ക് ആളയച്ചത്? എ മർത്ത, ബി മറിയം, സി സഹോദരിമാർ, ഡി സേവകൻ. ഉത്തരം
സി സഹോദരിമാർ. ചോദ്യം 182. ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്ര ദിവസം കൂടി താമസിച്ചു? എ 3, ബി 2, സി 4, ഡി 1. ഉത്തരം ബി 2. ചോദ്യം 183. നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ആരോട് പറഞ്ഞു? എ യേശു ശിമയോനോട്, ബി യേശു പീലിപ്പോസിനോട്, സി യേശു ശിഷ്യന്മാരോട്, ഡി തോമസ് യേശുവിനോട്. ഉത്തരം സി യേശു ശിഷ്യന്മാരോട്. ചോദ്യം 184. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത്? എ 1 ദിവസം, ബി 2 ദിവസം, സി 3 ദിവസം, ഡി 4 ദിവസം. ഉത്തരം ഡി 4 ദിവസം. ചോദ്യം 185. 15 സ്ഥാദിയോൺ എന്നാൽ എത്ര കിലോമീറ്ററാണ്? എ ഏകദേശം 3 കിലോമീറ്റർ, ബി ഏകദേശം 2 കിലോമീറ്റർ, സി ഏകദേശം 4 കിലോമീറ്റർ, ഡി ഏകദേശം 1 കിലോമീറ്റർ. ഉത്തരം എ ഏകദേശം 3 കിലോമീറ്റർ. ചോദ്യം 186. ആരാണ് മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നത്? എ സ്നേഹിതർ, ബി നിരവധി യഹൂദർ, സി അനേകം യഹൂദർ, ഡി യഹൂദ സമൂഹം. ഉത്തരം സി അനേകം യഹൂദർ. ചോദ്യം 187. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് അവനെ സ്വീകരിക്കാൻ ചെന്നത്? എ മറിയം, ബി മർത്ത, സി ശിഷ്യന്മാർ, ഡി ജനങ്ങൾ. ഉത്തരം ബി മർത്ത. ചോദ്യം 188. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് വീട്ടിൽ തന്നെ ഇരുന്നത്? എ മർത്ത, ബി സഹോദരി, സി മറിയം, ഡി മേരി. ഉത്തരം സി മറിയം. ചോദ്യം 189. നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും. ആരാണ് പറഞ്ഞത്? എ സഹോദരിമാർ, ബി മേരി, സി മറിയം, ഡി മർത്ത. ഉത്തരം ഡി മർത്ത. ചോദ്യം 190. നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ആരാണെന്നാണ് മർത്ത പറഞ്ഞത്? എ ദൈവപുത്രനായ ക്രിസ്തു, ബി പ്രവാചകനായ ക്രിസ്തു, സി ദൈവപുത്രനായ മിശിഹ, ഡി രക്ഷകനായ ദൈവം. ഉത്തരം എ ദൈവപുത്രനായ ക്രിസ്തു. ചോദ്യം 191. യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചതെന്ത്? എ എവിടെയാണ് ലാസറിനെ അടക്കിയിരിക്കുന്നത്, ബി കല്ലറ എവിടെയാണ്, സി അവൻ്റെ ശവകുടീരം എവിടെയാണ്, ഡി അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്. ഉത്തരം ഡി അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്. ചോദ്യം 192. നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. ആരാണ് പറഞ്ഞത്? എ ജനങ്ങൾ, ബി ശിഷ്യന്മാർ, സി യഹൂദർ, ഡി ഫരിസേയർ. ഉത്തരം സി യഹൂദർ. ചോദ്യം 193. കർത്താവെ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ആരാണ് പറഞ്ഞത്? എ യഹൂദർ, ബി മരിച്ചയാളുടെ സഹോദരിയായ മർത്ത, സി മരിച്ചയാളുടെ സഹോദരിയായ മറിയം, ഡി ലാസറിൻ്റെ സഹോദരിമാർ. ഉത്തരം ബി മരിച്ചയാളുടെ സഹോദരിയായ മർത്ത. ചോദ്യം 194. വിശ്വസിച്ചാൽ നീ ഡാഷ് ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പൂരിപ്പിക്കുക. എ അത്ഭുതം, ബി ദൈവകൃപ, സി ദൈവമഹത്വം, ഡി ദൈവത്തിൻ്റെ ശക്തി. ഉത്തരം സി ദൈവമഹത്വം. ചോദ്യം 195. യേശു ഉച്ചസ്വരത്തിൽ പറഞ്ഞതെന്ത്? എ ലാസറെ എഴുന്നേൽക്കുക, ബി ലാസറെ ശ്രവിക്കുക, സി നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, ഡി ലാസറെ പുറത്തു വരിക. ഉത്തരം ഡി ലാസറെ പുറത്തു വരിക. ചോദ്യം 196. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്നവരിൽ ചിലർ യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ആരോടാണ് പറഞ്ഞത്? എ ഫരിസേയരോട്, ബി പുരോഹിത പ്രമുഖരോട്, സി നിയമജ്ഞരോട്, ഡി യഹൂദ പ്രമാണിമാരോട്. ഉത്തരം എ ഫരിസേയരോട്. ചോദ്യം 197. വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും ആര് വന്ന് നശിപ്പിക്കുമെന്നാണ് പറയുന്നത്?
എ റോമൻ പടയാളികൾ, ബി ദൈവം, സി വിജാതീയർ, ഡി റോമാക്കാർ. ഉത്തരം ഡി റോമാക്കാർ. ചോദ്യം 198. ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിച്ചത് ആര്? എ അന്നാസ്, ബി പ്രധാന പുരോഹിതൻ, സി കയ്യാഫാസ്, ഡി പുരോഹിത ശ്രേഷ്ഠൻ. ഉത്തരം സി കയ്യാഫാസ്. ചോദ്യം 199. യേശു ആരുടെ ഇടയിലാണ് പരസ്യമായി സഞ്ചരിക്കാതിരുന്നത്? എ ജെറുസലേം നിവാസികളുടെ, ബി യഹൂദരുടെ, സി ഗലീലിയരുടെ, ഡി ഫരിസേയരുടെ. ഉത്തരം ബി യഹൂദരുടെ. ചോദ്യം 200. യേശു ബഥാനിയയിലേക്ക് വന്നത് എന്നാണ്? എ പെസഹായോടനുബന്ധിച്ച്, ബി പെസഹായ്ക്ക് 6 ദിവസം പിമ്പ്, സി പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്, ഡി പെസഹായ്ക്ക് 6 ദിവസത്തിന് ശേഷം. ഉത്തരം സി പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്. ചോദ്യം 201. എന്തുകൊണ്ട് ഈ തൈലം 300 ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ആരാണ് ചോദിച്ചത്? എ യൂദാസ് ലീഹ, ബി ശിമയോൻ, സി പീലിപ്പോസ്, ഡി യൂദാസ് കറിയാത്ത. ഉത്തരം ഡി യൂദാസ് കറിയോത്തോ. ചോദ്യം 202. ഒരു ധനാറ എത്ര? എ ഒരാഴ്ചത്തെ കൂലി, ബി 1 ഷെക്കേലിൻ്റെ 100-1, സി 1 ദിവസത്തെ കൂലി, ഡി 1 മാസത്തെ കൂലി. ഉത്തരം സി 1 ദിവസത്തെ കൂലി. ചോദ്യം 203. ആരുടെ കയ്യിലായിരുന്നു പണസഞ്ചി? എ യൂദാസ് ലീഹ, ബി ശിമയോൻ, സി പീലിപ്പോസ്, ഡി യൂദാസ് കറിയോത്ത. ഉത്തരം ഡി യൂദാസ് കറിയോത്ത. ചോദ്യം 204. യേശു എവിടെയുണ്ടെന്നറിഞ്ഞാണ് ഒരു ഗണം യഹൂദർ വന്നത്? എ ബഥാനിയ, ഡി ദേവാലയം, സി സിനഗോഗ്, ഡി ജെറുസലേം. ഉത്തരം എ ബഥാനിയ. ചോദ്യം 205. ആരെക്കൂടി കൊല്ലാനാണ് പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചത്? എ യൂദാസിനെ, ബി ശിഷ്യന്മാരെ, സി അനുയായികളെ, ഡി ലാസറിനെ. ഉത്തരം ഡി ലാസറിനെ. ചോദ്യം 206. യേശു ജെറുസലേമിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ട് ഈന്തപ്പനയുടെ ശാഖകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടത് ആര്? എ ജെറുസലേം നിവാസികൾ, ബി വലിയൊരു ജനാവലി, സി ഒരു വലിയ ജനക്കൂട്ടം, ഡി വലിയൊരു സമൂഹം. ഉത്തരം സി ഒരു വലിയ ജനക്കൂട്ടം. ചോദ്യം 207. ലാസറിനെ ഉയിർപ്പിച്ച അടയാളം കേട്ടതുകൊണ്ട് ആരാണ് യേശുവിനെ സ്വീകരിക്കാൻ വന്നത്? എ യഹൂദർ, ബി ജനപ്രമാണികൾ, സി യൂദയ നിവാസികൾ, ഡി ജനക്കൂട്ടം. ഉത്തരം ഡി ജനക്കൂട്ടം. ചോദ്യം 208. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? ആരാണ് ചോദിച്ചത്? എ ഫരിസേയർ, ബി യഹൂദർ, സി നിയമജ്ഞർ, ഡി പുരോഹിതർ. ഉത്തരം എ ഫരിസേയർ. ചോദ്യം 209. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? എ ഗലീലിയിലെ ബെത്സദ, ബി ഗലീലിയിലെ ബഥാനിയ, സി യൂദയായിലെ ബെത്സയിദ, ഡി ഗലീലിയിലെ ബെത്സയിദ. ഉത്തരം ഡി ഗലീലിയിലെ ബെത്സയിദ. ചോദ്യം 210. പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? എ റോമാക്കാർ പീലിപ്പോസിനോട്, ബി ഗ്രീക്കുകാർ പീലിപ്പോസിനോട്, സി ഗ്രീക്കുകാർ അന്ത്രയോസിനോട്, ഡി ഗ്രീക്കുകാർ പത്രോസിനോട്. ഉത്തരം ബി ഗ്രീക്കുകാർ പീലിപ്പോസിനോട്. ചോദ്യം 211. ഗ്രീക്കുകാർ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരാണ് ഈശോയെ വിവരമറിയിച്ചത്? എ അന്ത്രയോസും യോഹന്നാനും കൂടി, ബി അന്ത്രയോസും യാക്കോബും കൂടി, സി അന്ത്രയോസും പീലിപ്പോസും കൂടി, ഡി പത്രോസും പീലിപ്പോസും കൂടി. ഉത്തരം സി അന്ത്രയോസും പീലിപ്പോസും കൂടി. ചോദ്യം 212. സ്വർഗത്തിൽ നിന്നുള്ള സ്വരം കേട്ടപ്പോൾ ആര് യേശുവിനോട് സംസാരിച്ചു എന്നാണ് ചിലർ പറഞ്ഞത്? എ പിതാവ്, ബി ദൈവം, സി ഏലിയ, ഡി ഒരു ദൂതൻ. ഉത്തരം ഡി ഒരു ദൂതൻ.
ചോദ്യം 213. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുമെന്നാണല്ലോ നിയമത്തിൽ കേട്ടിട്ടുള്ളത്. ആരാണ് ചോദിച്ചത്? എ ജനക്കൂട്ടം, ബി യഹൂദർ, സി നിയമജ്ഞർ, ഡി ഫരിസേയർ. ഉത്തരം എ ജനക്കൂട്ടം. ചോദ്യം 214. അധികാരികളിൽ പലരും യേശുവിൽ വിശ്വസിച്ചെങ്കിലും ആരെ ഭയന്നാണ് അവരത് ഏറ്റുപറയാതിരുന്നത്? എ പുരോഹിതരെ, ബി നിയമജ്ഞരെ, സി ജനക്കൂട്ടത്തെ, ഡി ഫരിസേയരെ. ഉത്തരം ഡി ഫരിസേയരെ. ചോദ്യം 215. യേശുവിനെ നിരസിക്കുകയും അവൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ആരുണ്ടെന്നാണ് യേശു പറയുന്നത്? എ ന്യായാധിപൻ, ബി വിധികർത്താവ്, സി പിതാവ്, ഡി ദൈവം. ഉത്തരം ബി വിധികർത്താവ്. ചോദ്യം 216. അന്ത്യദിനത്തിൽ ആരാണ് വിധിക്കുന്നത്? എ പിതാവ്, ബി മോശ, സി യേശു പറഞ്ഞ വചനം, ഡി ദൈവത്തിൻ്റെ വചനം. ഉത്തരം സി യേശു പറഞ്ഞ വചനം. ചോദ്യം 217. ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? എ വചനം പാലിക്കുക, ബി അവനിൽ വിശ്വസിക്കുക, സി പുത്രനെ അനുഗമിക്കുക, ഡി നിത്യജീവൻ. ഉത്തരം ഡി നിത്യജീവൻ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.